കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മഹേഷിനെ കൂട്ടിക്കൊണ്ട് രവീന്ദ്രൻ ആ സച്ചിയുടെ കാർ വാങ്ങിച്ച ആളുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. പിന്നീട് അയാളോട് പറഞ്ഞു, അതെ, എനിക്കൊരു സർജറി ഒക്കെ പെട്ടെന്ന് വേണ്ടി വന്നു. ആ സമയത്ത് എന്റെ മോൻ സച്ചി അത്ര അർജന്റായിട്ടാ നിങ്ങക്ക് കാറ് വിറ്റേന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ആ പുള്ളിക്കാരൻ പറഞ്ഞു, അതെ, നല്ല കാറായിരുന്നു, കുഴപ്പമൊന്നുമില്ല, എനിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറയാണ്. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, അല്ല, ഈ കാറ് എന്റെ മോൻ അത്രയധികം ആഗ്രഹിച്ചു വാങ്ങിയതാ, അവന്റെ അച്ഛമ്മ പണം കൊടുത്ത് വാങ്ങിയതാന്ന് പറയാണ്. അതുകൊണ്ട് അത് അവൻ അത്ര പ്രിയപ്പെട്ട കാറാ, ഇതിലൊരു പോറൽ വന്നാൽ പോലും അവന് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. പിന്നീട് അയാളോട് ചോദിച്ചു, ഈ കാർ ഞങ്ങൾക്ക് തിരികെ തരുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിയുമ്പത്തിനും അയാൾ പറഞ്ഞു, ഇത് ഞാൻ മോഹിച്ചു വാങ്ങിയ കാറാന്ന് പറയണം. അതൊക്കെ എനിക്ക് മനസ്സിലാവും, നിങ്ങൾ 4 ലക്ഷം രൂപയ്ക്കല്ലേ വാങ്ങിയത്, ഞാൻ ആ പൈസ അങ്ങോട്ട് തിരിച്ചു തന്നേക്കാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അയാൾ പറഞ്ഞു, ഞാനിത് തിരികെ കൊടുക്കാണ്ട് വാങ്ങിയതല്ല, പക്ഷെ എന്നാലും നിങ്ങൾ പറയുന്ന കേട്ടപ്പം എനിക്ക് മനസ്സിലായി ആ കാറിനോട് സച്ചിക്കുള്ള സെന്റിമെന്റ്സ് എത്ര മാത്രമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഈ കാർ വാങ്ങിയതിന് ശേഷം ഞാൻ കുറെ അക്സസറീസും കാര്യങ്ങളൊക്കെ ഇത്തെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ഞാൻ തരാന്ന് പറയാം. ഇതെന്താ ഇങ്ങനെ പറയണം, 5 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപയ്ക്കല്ലേ വാങ്ങിയെന്ന് വെക്കും, അതൊക്കെ ശരി തന്നെ, പക്ഷെ ഞാൻ ഇതിനകത്ത് കുറെ പണിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, പിന്നെ നമുക്ക് എന്തെങ്കിലും ലാഭം വേണമല്ലോ, അല്ലാതെ കാര്യമില്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, 5 ലക്ഷം രൂപ അത് കുറച്ച് കൂടുതലല്ലേ, കുറച്ചെന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യാം, ഒരു 4.5 ലക്ഷം രൂപയ്ക്ക്, അങ്ങനെയാണെങ്കിൽ കച്ചവടം നടക്കുമെന്ന് പറയണം. അവസാനം രവീന്ദ്രൻ പറഞ്ഞു, ശരി, സമ്മതിച്ചു, അതെ, നിങ്ങൾ കാറ് മറ്റാർക്കും കൊടുക്കുകയൊന്നും ചെയ്യരുത്, ഞാൻ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരാന്ന് പറയാണ്. ശരിയെന്ന് പറയണം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് രവീന്ദ്രൻ മഹേഷിനോട് പറഞ്ഞു, നീ ഈ കാര്യം സച്ചിയോട് പറയരുത്, എങ്ങാനും പൈസ ഉണ്ടാവാതെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സച്ചിക്ക് അത് വിഷമാവും, സച്ചി പ്രതീക്ഷയോടെ കാത്തിരിക്കില്ലേന്ന് ചോദിക്കും. ശരി അങ്കിളേന്ന് പറയാണ്. പിന്നീട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ ചന്ദ്രമതി മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ തന്നെ രവീന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട്. രവീന്ദ്രനോട് ചോദിച്ചു, മരുന്ന് കഴിച്ചോന്ന് ചോദിക്കണം. കഴിച്ചെന്ന് പറയണം. പിന്നെ എന്ത് പറ്റി, കിടക്കാതെ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കും. ഞാൻ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരുന്നാന്ന് പറയണം. അല്ല, വീടിന്റെ ആധാരം അതെന്തേന്ന് ചോദിക്കണം. അത് നിങ്ങളുടെ തന്നെയല്ലേ ഇരിക്കുന്നേ, രാവിലെ നിങ്ങളുടെ കൊണ്ട് തന്നില്ലേന്ന് ചോദിക്കും. അത് ശരിയാ, എന്റെ കയ്യിലുണ്ട്, എനിക്ക് അതും കൊണ്ട് ഒരു ആവശ്യം ഉണ്ടെന്ന് പറയും. എന്താവശ്യം? അത് എനിക്ക് ചില ആവശ്യത്തിന് വേണ്ടി വേണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി ഓർത്ത്, എന്താവശ്യം അത് വെച്ചിട്ടുള്ളത്, അതെനിക്കൊന്ന് പണയം വെക്കാൻ വേണമെന്ന് പറയണം. ഇത് കേട്ട് ചന്ദ്രമതി പറഞ്ഞു, പണയം വെക്കാനോ, എന്തിന്, എന്താവശ്യത്തിനോട് ഇപ്പൊ അത് പണയം വെക്കുന്നേ, അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, നിനക്കറിയാലോ സച്ചി എനിക്ക് വേണ്ടിയിട്ട് അവന്റെ കാർ വിറ്റത്, ആ കൃത്യസമയത്ത് സർജറി നടത്താൻ വേണ്ടി പണം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവന്റെ കാർ വിറ്റല്ലേ എന്റെ സർജറി നടത്തി. ഇപ്പൊ അതുകൊണ്ട് എന്താ, അവന് കാറുമില്ല, വാടകയ്ക്ക് ഓടിക്കാനായിട്ട് ഒരു കാർ എടുത്ത് അതും ഇല്ലാത്ത അവസ്ഥയില് അവന് ജോലിയൊന്നും ഇല്ലാതെ കാർ തുടയ്ക്കാൻ പോകില്ലെന്ന് നിൽക്കും. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, അതിനെന്താ കുഴപ്പം, അവരൊരു ജോലിക്ക് പോകുന്നുണ്ടല്ലോ എന്ന് പറയും. രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ ആ ആധാരം പണയം വെച്ചിട്ട് കുറച്ച് പൈസ എടുത്ത് അവന്റെ കാർ തിരികെ കൊടുത്താലോ എന്ന് ആലോചിക്കുമെന്ന് പറയും. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അതൊന്നും ശരിയാത്തില്ല, ആകെ പാടെയുള്ള അത് ഇനി ഈ വീട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പണയം വെച്ചാൽ ശരിയാത്തില്ലെന്ന് പറയും. ഓഹോ, അപ്പൊ നീ ശ്രുതിക്ക് വേണ്ടി കൊണ്ട് പണയം വെച്ച് കഴിഞ്ഞപ്പോ നീ ഇതൊന്നും ഓർത്തില്ലായിരുന്നല്ലോ, ആരോടും ഒരു വാക്ക് പോലും പറയാതെയാണല്ലോ നീ കൊണ്ട് പണയം വെച്ചെന്ന് ചോദിക്കുക. അപ്പൊ നിനക്കിതൊന്നും ബാധകമല്ലായിരുന്നു ചോദിക്കും. ഇപ്പൊ ഞാൻ നിന്നോട് ഈ കാര്യമൊക്കെ ചോദിച്ചിരിക്കുക, ചോദിക്കേണ്ട മര്യാദ എനിക്കുണ്ട്, ഒന്നുമല്ലേലും നമ്മൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാതെ 10-30 വർഷമായി, ഇത്രയും കാലത്തിനിടയ്ക്ക് നീ എന്നോട് പറയാതെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല, എന്ത് കാര്യം ചെയ്താലും നിന്നോട് പറഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ചോദിച്ചത്. നീ എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഞാൻ അങ്ങോട്ട് കണ്ണടച്ചു എന്ന് മറ്റുള്ള അങ്ങോട്ട് മുന്നോട്ട് പോവാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, എനിക്ക് ആധാരം വേണമെന്ന് പറയാം. ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു, അല്ല, അതിനിപ്പോ അതിന്റെ ആവശ്യമുണ്ടോ, അതുകൊണ്ട് പണയം വെച്ചിട്ട് എങ്ങനെ തിരിച്ചെടുക്കുമെന്ന് ഓർത്തണ്ട, ഈ ഇടയിലെ ഫിനാൻഷ്യൽ ഇടയിൽ അത് മേടിച്ചെന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെ, പക്ഷെങ്കില് അപ്പൊ അതൊക്കെ ആ പൈസയൊക്കെ അടച്ച് ആ ആധാരം തിരിച്ചെടുക്കാനായിട്ട് പറ്റും, തൽക്കാലത്തേക്ക് ഇപ്പൊ അവന്റെ ആവശ്യം നടക്കുകയോ ചെയ്യണ്ടേ, എനിക്ക് വേണ്ടിയിട്ട് അവന് ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ച് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അപ്പൊ അവന് കണ്ടിൽ നടിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം ഈ കുടുംബത്തിൽ ബാക്കി രണ്ടുപേരും സെറ്റായി, ശ്രീകാന്ത് അവന്റെ കാര്യം നോക്കിപ്പോയി, പിന്നീട് സുധിക്കാണെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പൊ ഒന്നുമില്ലാതിരിക്കുന്ന ആരാ, സച്ചയല്ലെന്ന് ചോദിക്കുക. സുധിക്ക് ജോലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രമതിയുടെ ചങ്കിനകത്തൊരു കിടന്നൊരു പെടപ്പ, അവന് ജോലിയില്ലെന്നുള്ള കാര്യം ഇങ്ങനെ അറിഞ്ഞ അതോടുകൂടി തീർന്നു. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, അതുകൊണ്ട് ഈ ആധാരം കൊണ്ട് പണയം വെച്ച് പൈസ മേടിക്കാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയാം. ഇത് കേട്ടപ്പത്തേനും ചന്ദ്രമതി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, എന്താണെങ്കിലും പണയം വെക്കുമല്ലേ, ഒരു 6 ലക്ഷം രൂപയ്ക്ക് അങ്ങോട്ട് വെച്ചോളാൻ പറയണം. 6 ലക്ഷം, അതെന്തിനാ 6 ലക്ഷം രൂപയ്ക്ക്? അല്ല, അന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടങ്ങുന്ന സമയത്ത് എന്റെ സ്വർണ്ണമൊക്കെ ഊരിക്കൊണ്ട്
വിറ്റായിരുന്നല്ലോ, അപ്പൊ എനിക്കൊന്നുമില്ല, ഇതൊക്കെ വരവാ ഇട്ടിരിക്കുന്നെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വിറ്റ സ്വർണ്ണങ്ങളൊക്കെ വീണ്ടും എനിക്ക് വേറെ തിരികെ വാങ്ങാലോ എന്ന് പറയണം. പിന്നീട് രവീന്ദ്രൻ ആലോചിച്ചു, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തേലും ആട്ടെ എന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, എന്നാ പിന്നെ എനിക്ക് കുഴപ്പമില്ലെന്ന് പറയണം. ഒന്ന് ചിരിച്ചോണ്ട് പറ, ഒന്നുമല്ലെങ്കിൽ സ്വന്തം മകന് വേണ്ടിട്ടല്ലേന്ന് ചോദിക്കും. ശരി, കുഴപ്പമില്ല, ആധാരം കൊണ്ടേ പണയം വെച്ചോളാൻ പറയാണ്. പിറ്റേ ദിവസം രാവിലെ ശ്രുതി കണക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബ്യൂട്ടി പാർലർ കണക്കുകൾ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ചന്ദ്രമതി ശ്രുതിയും കൂടെ അങ്ങോട്ട്, ശ്രുതി വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ ശ്രുതി കുറെ സമയമായല്ലോ നോക്കുന്നേ? അതെ, ബ്യൂട്ടി പാർലർ കണക്കുകളും കാര്യങ്ങളോ മാഡം വരുമ്പോൾ ചോദിക്കുമെന്ന് പറയണം. ചന്ദ്രമതി ചോദിച്ചു, മാഡം വരുമ്പോഴോ? അല്ല, മോളുടെ ബ്യൂട്ടി പാർലറല്ലേ, സ്വന്തം ബ്യൂട്ടി പാർലറല്ലേ, പിന്നെ അവിടെ മാഡത്തിനെ ബോധിപ്പിക്കണം. ഏത് മാഡം? പെട്ടെന്നാണ് ശ്രുതിക്ക് അബദ്ധം മനസ്സിലായത്. അല്ല, അത് പിന്നെ ഈ ഓഡിറ്റർ ഉണ്ടല്ലോ, എനിക്ക് ഓഡിറ്ററും കാര്യങ്ങളും ഒക്കെ വരുമെന്നേ, ഓഡിറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രുതി ചന്ദ്രമതിയോട്, ഞമ്മേ അല്ലെങ്കിൽ ഇൻകം ടാക്സുകാർ വരും, അവര് പിന്നെ പിടികൂടും, അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറയണം. ഓ, അത് ശരിയല്ലേ. എന്നാലും ഇപ്പൊ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, മോള് മാത്രം. മോളുടെ ചെലവിൽ ഇപ്പൊ ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. മോളാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഏക പ്രതീക്ഷ എന്ന് പറയാം. മോൾ കൂടെ ഈ ജോലി ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് പറയാണ്. ചിലർക്ക് അത് മനസ്സിലാക്കിയേ കൊള്ളാന്ന് പറയാണ്. ഈ സമയം സച്ചി ഇരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കണം. സച്ചി രേവതിയോട്, കേട്ടില്ലേ, ഞാനൊരു ദിവസം ജോലിക്ക് പോയിരുന്നപ്പോ പറയുന്നേ, ഇതാ ഞാൻ ആ കാർ തുടക്കുന്ന ജോലിക്ക് പോയിക്കോളാന്ന് പറഞ്ഞ്. അത് അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ, ഇനി ഇപ്പൊ എന്തിനാ അതിന് പോണേ? വേണ്ട, ഞാൻ വെറുതെ വീട്ടിൽ കയറി ഇരിക്കുന്നില്ല, ആ ജോലിക്കാളും ഞാൻ വെറുതെ വീട്ടിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിലേ ഒരു വില കിട്ടത്തില്ല. അത് ആണുങ്ങള് എത്ര ചീത്തയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവന് ജോലി ഇല്ലാതെ വീട്ടിൽ കയറി ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം അവന് നാണക്കേട് വേറെ വരാനില്ല. അവൻ എല്ലാവരും നോക്കുന്ന ഒരു നോട്ടം ഉണ്ടെന്നൊക്കെ സച്ചി പറയണം. രേവതി പറഞ്ഞു, പോട്ടെ, കാര്യമൊക്കെ ഉണ്ടെന്ന് പറയണം. സച്ചിക്ക് പക്ഷെ വല്ലാത്തൊരു മാനക്കേടായിരുന്നു അത്. ഇങ്ങനെ ജോലിക്കൊന്നും പോകാതെ ഇവിടെ കയറുന്ന കഴിക്കാന്ന് പറഞ്ഞാലേ. രവീന്ദ്രൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് സച്ച അന്നത്തെ ദിവസം ജോലിക്ക് പോകാതിരുന്ന തന്നെ. അപ്പോഴേക്കും രവീന്ദ്രന്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. രവീന്ദ്രൻ ആണോ, ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ കോള് കട്ടിയാണ്. പിന്നീട് സച്ചിയോട് പറഞ്ഞു, അതെ സച്ചി നീ ഇങ്ങോട്ട് വരാൻ പറയണം. എന്താ, നീ പുറത്തേക്കൊന്ന് വരാൻ പറയണം. അപ്പൊ രേവതി വന്നിട്ട്, എന്താ കാര്യം? സച്ചി ചോദിച്ചു, അച്ഛാ ഹോസ്പിറ്റലിൽ വല്ലതും പോണോ എന്തെങ്കിലും? അതിനൊന്നും അല്ലടാന്ന് പറയണം. പിന്നീട് സുധീനെയും ചന്ദ്രമതിനെയും ഒക്കെ അങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങനെ അവരെല്ലാം കൊണ്ട് പുറത്തേക്ക് കൊണ്ട് ചെല്ലുവാണ്. സച്ചി ചോദിച്ചു, അല്ലേ അച്ഛാ, ഇതെന്താ നേരം വെളുത്ത് വന്നതല്ലേ ഉള്ളൂ, സൂര്യൻ ഉദിച്ചല്ലോ, ഇനി പല സൂര്യോദയം കാണാൻ പറ്റോ ആണോന്ന് ചോദിക്കുകയാണ്. എടാ, ഇപ്പോഴാണോ സൂര്യോദയം കാണുന്നേ? പിന്നെ എന്തിനാ അച്ഛൻ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ട്. അപ്പോഴേക്കുമാണ് മഹേഷ് അങ്ങോട്ട് വന്നേ. നീ എന്തിനാ ഇത്ര നേരത്തെ വന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അവന് വണ്ടിയായിട്ട് വന്നാന്ന് പറയാം. വണ്ടിയുമായിട്ട് വന്ന? അതെ, എന്റെ വണ്ടിയല്ല, നിന്റെ വണ്ടി. എടാ, രാവിലെ നീ മദ്യപിച്ചിട്ടുണ്ടോ? ഇന്നലത്തെ കെട്ട് നിനക്ക് വിട്ടില്ലെന്ന് നിൽക്കും. അതല്ലടാ സച്ചി എന്ന് പറയണം. നിന്റെ വണ്ടിയും കൊണ്ട് വന്നാന്ന് പറയണം. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, ആ ഗേറ്റും കൂടെ തുറക്കാൻ പറയണം. ഗേറ്റ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയുടെ കാറ് പുറത്ത് കിടക്കുന്നുണ്ട്. ഒരു നിമിഷം സച്ചി ഞെട്ടിപ്പോയി. അയ്യോ, ഇത് എന്റെ കാറാണെന്ന് ഓർത്ത് സച്ചി അങ്ങോട്ട് ചെല്ലുവാണ്. രവീന്ദ്രൻ പറഞ്ഞു, അതെ, ഇനി മുതൽ ഇത് നിന്റെ കാറാന്ന് പറയണേ. എന്റെ കാറോ? ഇത് ഞാൻ വിറ്റ വണ്ടിയല്ലേ അച്ഛാ, പിന്നെ ഇതെങ്ങനെ എന്റെ ആവുമെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മഹേഷ് പറഞ്ഞു, അല്ല അത് വാങ്ങിയെന്ന് പറയണം നിന്റെ അച്ഛൻ. വാങ്ങിയോ? അതെ, നിനക്ക് വേണ്ടി വാങ്ങിയെന്ന് പറയാം. എങ്ങനെ വാങ്ങി? ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, പൈസ കൊടുത്ത് വാങ്ങി, അല്ലാതെ എങ്ങനെയാന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പം സച്ചി ചോദിച്ചു, പൈസയോ? അതിന് എവിടുന്ന പണം? അതിനെ കൊണ്ടേ ആധാരം പണയം വെച്ചെന്ന് രവീന്ദ്രൻ പറയണം. അയ്യോ അച്ഛാ, ആധാരം പണയം വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കും. നിന്റെ അച്ഛനെ ആധാരം പണയം വെച്ച് നിനക്ക് വണ്ടി മേടിക്കാതെ കിടക്കപ്പുറത്ത് ഇല്ലായിരുന്നു പറയാ. ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു, അല്ല നിനക്ക് ആഭരണങ്ങളൊക്കെ വാങ്ങി തന്നില്ലെന്ന് ഇരിക്കും. ഓ, അതാ അതുകൊണ്ടൊരു മെച്ചമുള്ളെന്ന് പറയാണ്. ആ സമയത്ത് സുധി ചോദിച്ചു, എന്ത് പരിപാടി വെച്ചാൽ കാണിച്ചെന്ന് ചോദിക്കും. എന്ത്? അച്ഛൻ എന്തായാലും കാറ് മേടിക്കാനായിട്ട് ആധാരം കൊണ്ട് പണയം വെച്ചെന്ന് ചോദിക്കും. അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കണേ? അല്ലച്ച, അതുകൊണ്ട് ആകെപ്പാടെയുള്ള ഒരു സമ്പാദ്യമല്ലായിരുന്നു. ഓഹോ, അപ്പൊ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ കൊണ്ടേ വെച്ച് കഴിഞ്ഞപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, എല്ലാവരുമായിട്ട് ഒളിച്ചും പാത്തും, ഇപ്പോഴാണോ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുക. ആകെപ്പാടെ നാണം കിട്ടുപോയി ശ്രുതി പറഞ്ഞു, എന്നാലും ഈയിടെ എടുത്തല്ലേ ഉള്ളൂ ഫിനാൻഷ്യൽ കയ്യിൽ നിന്ന്. ഇനി അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് പോകത്തില്ലെന്ന് വെക്കും. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അതൊക്കെ പൈസ അടച്ച് കൃത്യമായിട്ട് സച്ചി അടച്ചോളും, ആ കാര്യത്തിലൊന്നും വിഷമിക്കണ്ട. പിന്നെ ഞാനും കൂടെ ചേർന്ന് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിച്ചോളും എന്നൊക്കെ പറയുവേണം. ഇനിയിപ്പം വീട് പോകുന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ടെന്ന് പറയണം. സച്ചി രേവതി അമ്പരം നിൽക്കുക. രേവതി പറഞ്ഞു, എന്നാലും ഇത് വേണമായിരുന്നോ അച്ഛാ? സച്ചി വന്നിട്ട് ചോദിച്ചു, അല്ലച്ചാ, ആധാരം പണയം വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? വേണം, നീ എനിക്ക് വേണ്ടിയിട്ടാണ് ത്യാഗം ചെയ്തത്. അപ്പൊ പിന്നെ നിന്നെ ഞാൻ കാണണ്ടേ? നിനക്കൊരു ജോലിയില്ല, കാരണം ഇത്രയും കാലം നീ എങ്ങനെ നടന്നേന്ന് എനിക്കറിയാം. പിന്നീട് പറഞ്ഞു, അങ്ങനെ പാറ നിറഞ്ഞൊരു പശയെ പിടിച്ച് കൂട്ടിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം. അതുപോലെയായിരുന്നു നീയും. ഇത്രയും ദിവസം നല്ല സ്വന്തമായിട്ട് കാറൊക്കെ ഓടിച്ചു നടന്നിട്ട് പിന്നെ ഒരു കാർ തുടയ്ക്കാൻ പോയി കഴിഞ്ഞപ്പോൾ നിന്റെ മാനസിക വിഷമം എനിക്ക് എന്താണെന്ന് മനസ്സിലാവും.
അപ്പൊ ഒരു അച്ഛനെന്ന നിലയിൽ ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥം സച്ചിന് ചോദിക്കുക. ഇത് സച്ചിക്ക് സങ്കടമായിപ്പോയി, വല്ലാത്തൊരു വിഷമമായിപ്പോയി. പിന്നീട് മഹേഷിന്റെ ഇന്ന് കീ മേടിച്ചിട്ട് രവീന്ദ്രൻ രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറയണം. അച്ഛൻ തന്നെ കൊടുത്താൽ മതി പറയണം. വേണ്ട, മോള് തന്നെ കൊടുക്കണം. മോളാണ് ഐശ്വര്യം, മോളല്ലേ ഭാര്യ, മോള് തന്നെ കൊടുക്കാൻ പറയണം. അങ്ങനെ രേവതി സച്ചിയുടെ കയ്യിലേക്ക് കീ കൊടുക്കുക. സച്ചി ആ കീ മേടിച്ചിട്ട് രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയണം. എന്നാലും വേണ്ടായിരുന്നു അച്ഛ എന്ന് പറയണേ. രവീന്ദ്രൻ പറഞ്ഞു, ഇനി വേണം, അറിയാലോ. ഇനി ആ മനസ്സിലെ വിഷമങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഐശ്വര്യമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയണ കയറി. സച്ചി വണ്ടിയൊക്കെ ഒന്ന് പോയി നോക്കുവാണ്, ഒരു പോറൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, അത്രയ്ക്ക് കാര്യമായിരുന്നല്ലോ. പിന്നീട് വണ്ടിയിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എന്തെന്നില്ലാത്ത സന്തോഷം സച്ചിക്കുണ്ടായി. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നപ്പത്തേനും ആ സുധിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. സുധി ഒരു സെക്കൻഡ് കാറ് വീണ്ടും കൊണ്ടുവന്നേനെ, ഇവന് ഇത്രമാത്രം എന്തിനാ ഇത്ര കിടന്ന് ആക്രാന്തം കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 10-11 കോടിയുടെ അല്ല 10-11 1 കോടി രൂപയുടെ കാറ് മേടിക്കാൻ പറ്റുമെന്ന് പറയാണ്. ഇത് കേട്ടോ ചന്ദ്രമതി ഒന്ന് നോക്കി അവനെ. പെട്ടെന്ന് ശ്രുതി ഒന്ന് ചിരിക്കുകയാണ്. പിന്നീട് ചന്ദ്രമതി ശ്രുതിയെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, എടാ കണ്ടില്ലേ, നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? അവനാണെങ്കിൽ പണിയില്ലാതെ വന്നപ്പോ കാറ് കഴുകാനെങ്കിലും പോകാൻ നിൽക്കും. നീയോ എന്റെ അമ്മ, എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നല്ലോ, വിദ്യാഭ്യാസം അതുകൊണ്ട് പുഴുങ്ങി തിന്നാ മതി, വലുതാകോ? എടാ കുറെ സർട്ടിഫിക്കറ്റും കൈ വെച്ചോണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ജോലി വേണ്ടേ? എപ്പോഴാണ് ശ്രുതി ഇനി നിനക്ക് ജോലിയില്ലെന്ന് തിരിച്ചറിയുന്നത്? ആ നിമിഷം നിന്റെ കാര്യത്തിന് തീരുമാനമാവെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് രേവതി മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്നിട്ട് വീട്ടിലേക്ക് വിളിക്കുകയാണ്. വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതെ അമ്മേ, തിരികെ അച്ഛൻ മേടിച്ചു കൊടുത്ത കാര്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് രേവതി പറഞ്ഞു, സച്ചേട്ടന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. സച്ചേട്ടന് കാറില്ലാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫിനാൻഷ്യൽ അടുത്ത് പോയി കയ്യെക്കാലെ പിടിച്ച കാര്യങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞെന്ന് പറയണം. അതുകൊണ്ട് അച്ഛന് പെട്ടെന്ന് തന്നെ കാർ വാങ്ങിച്ചു കൊടുത്തേ. ഈ സമയം സച്ചി എങ്ങോട്ട് വന്നു. സച്ചി കേട്ട് ഈ പറയുന്നൊക്കെ സച്ചിക്ക് മനസ്സിലായി. കാരണം രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേവതി എത്ര പെട്ട ഫിനാൻഷ്യയുടെ കയ്യെക്കാലെ പോയി പിടിച്ചതെന്നറിയാവോ കാറിന് വേണ്ടിയിട്ട്. കാരണം ഇത്രയും നല്ലൊരു ഭാര്യ നിന്റെ കൂടെ ഉള്ളപ്പോൾ നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സച്ചിക്ക് മനസ്സിലായി രേവതിയുടെ മഹത്വം എന്താന്ന്. അങ്ങനെ സച്ചി അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, ഇപ്പൊ സച്ചേട്ടന് കുഴപ്പമൊന്നുമില്ല, സച്ചേട്ടൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി, ഇനിയിപ്പം കാറ് തുടയ്ക്കാനൊന്നും പോകണ്ടല്ലോ. എനിക്കും ഭയങ്കര വിഷമമായിരുന്നു സച്ചേട്ടന് ജോലി ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട്. ഇനിയിപ്പോൾ പേടിക്കണ്ടമ്മേന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുമ്പോഴത്തേന് സച്ചി അങ്ങോട്ട് കയറി വരുവാണ്. സച്ചി കയറി വന്നപ്പോഴത്തേന് രേവതി എന്താന്ന് നോക്കി, ഒന്നുമില്ലാന്ന് പറയണം. സച്ചി അവിടെയെല്ലാം ഇങ്ങനെ നോക്കുവാണ്. പിന്നെ രേവതിയോടൊന്ന് മിണ്ടാന്നുണ്ട്. പിന്നീട് സച്ചി എന്ത് ചെയ്യും, അവിടെ രേവതി തുണി മടക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അതെല്ലാം കൂടെ വലിച്ചു മാറ്റിയിട്ട് എന്താ നോക്കണേന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലാന്ന് നോക്കി, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ, എന്റെ പേഴ്സ് കണ്ടില്ല. അതെ, ഇന്ന് മൊത്തം നോക്കിയാലും പേഴ്സ് കിടത്തില്ല. പോക്കറ്റിനകത്ത് പേഴ്സ് എടുത്ത് വെച്ചിട്ട് പേഴ്സ് ഇവിടെ തപ്പിയാൽ കിട്ടില്ല എന്ന് പറയണം. സച്ചി ഒന്ന് ചമ്മി ഒന്ന്. സച്ചിക്ക് രേവതിയോടൊന്ന് മിണ്ടണം എന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് വന്നായിരുന്നു. രേവതിക്ക് അത് മനസ്സിലാകുകയും ചെയ്തു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.